നമസ്കാരം. ചിറയിൻകീഴിൽ ഉറങ്ങിക്കിടന്ന 8 വയസ്സുകാരൻ പാമ്പ് കടിയേറ്റ് മരിച്ച സംഭവത്തിൽ ആരോഗ്യവകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കി കുടുംബം. അടൂർ സ്വദേശിയായ ദീക്ഷലിന്റെ മരണത്തിൽ ചിറയിൻകീഴ് താലൂക്ക് ആശുപത്രിക്കെതിരെ ഗുരുതരമായ ചികിത്സാ പിഴവ് ആരോപണമാണ് പിതാവ് ദിലീപ് ഉയർത്തിയിരിക്കുന്നത്. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ തന്റെ മകനെ ഒന്ന് തൊട്ടുപോലും നോക്കിയില്ലെന്ന് പിതാവ് സ്വകാര്യ ചാനലിനോട് പറഞ്ഞു. ശ്വാസമെടുക്കുവാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് കുട്ടി ആവർത്തിച്ചു പറഞ്ഞിട്ടും ഡോക്ടർ നിസ്സംഗനായി നോക്കി നിൽക്കുകയായിരുന്നുവെന്നാണ് പരാതി. പാമ്പ് കടിച്ചതാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ലായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന നഴ്സ് മാത്രമാണ് കുട്ടിയെ പരിശോധിച്ചത്. ഡോക്ടർ ഒന്ന് അടുത്തു വരാൻ പോലും തയ്യാറായില്ല. 10 മിനിറ്റോളം അവിടെ പാഴാക്കി. ഒടുവിൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുവാൻ പറഞ്ഞ് ആംബുലൻസിൽ കയറ്റിവിട്ടു. എന്നാൽ മെഡിക്കൽ കോളേജിൽ എത്തുന്നതിന് മുൻപേ മകൻ മരണത്തിന് കീഴടങ്ങിയിരുന്നുവെന്നാണ് ദിലീപ് കണ്ണീരോടെ പറയുന്നത്. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് ഉറങ്ങിക്കിടന്ന ദീക്ഷലിനെ മൂർഖൻ പാമ്പ് കടിച്ചത്. കുട്ടിയെ കടിച്ച പാമ്പിനെ പിന്നീട് വീട്ടിൽ നിന്ന് പിടികൂടി. ചികിത്സ നൽകുന്നതിൽ വീഴ്ച വരുത്തിയ ഡോക്ടർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് നാട്ടുകാരും കുടുംബവും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ദീക്ഷൽ എന്ന 8 വയസ്സുകാരന്റെ മരണം കേവലം ഒരു പാമ്പ് കടിയേറ്റുള്ള മരണം മാത്രമല്ല, അത് നമ്മുടെ ആരോഗ്യ സംവിധാനത്തിന്റെ വീഴ്ചയാണോ എന്ന ഗൗരവകരമായ ചോദ്യമാണ് ഉയർത്തുന്നത്. പുലർച്ചെ 4 മണിയോടെയാണ് മരണം ദീക്ഷലിനെ തേടിയെത്തിയത്. മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങിക്കിടന്ന പിഞ്ചു കുഞ്ഞിനെ മൂർഖൻ പാമ്പ് കടിക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ലഭിക്കേണ്ടിയിരുന്ന ചികിത്സ ആ ഗോൾഡൻ അവർ വൈകിച്ചതാണ് മരണകാരണമെന്നാണ് നാട്ടുകാരും ആരോപിക്കുന്നത്. പിതാവ് ദിലീപിന്റെ വാക്കുകൾ ഞെട്ടിക്കുന്നതാണ്. ഒരു കുട്ടി ശ്വാസം കിട്ടാതെ പിടയുമ്പോൾ ഡോക്ടർ നോക്കി നിന്നു എന്നത് വിശ്വസിക്കാനാകുന്നില്ല. ഡോക്ടർ ഒന്ന് തൊട്ടുപോലും നോക്കിയിട്ടില്ല എന്ന ആരോപണം ഗൗരവകരമാണ്. പാമ്പ് കടിയേറ്റാൽ നൽകേണ്ട പ്രാഥമിക പ്രോട്ടോകോൾ ഇവിടെ പാലിക്കപ്പെട്ടിട്ടുണ്ടോ, അതോ 10 മിനിറ്റ് കൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തത് ഉത്തരവാദിത്വങ്ങളിൽ നിന്നുള്ള ഒഴിഞ്ഞുമാറലാണോ? സംഭവം വിവാദമായതോടെ DMO റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഡോക്ടറുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായോ എന്ന് പരിശോധിക്കുവാൻ പ്രത്യേക സമിതി നിയോഗിച്ചേക്കും. എന്നാൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഗ്രാമീണ മേഖലയിലെ താലൂക്ക് ആശുപത്രികളിൽ ആന്റിവനം ലഭ്യമാണെങ്കിലും അത് കൃത്യസമയത്ത് നൽകുവാൻ ഡോക്ടർമാർ ഭയപ്പെടുന്നുണ്ടോ? നമ്മുടെ നാട്ടിൽ പാമ്പ് കടിയേറ്റാൽ ആദ്യം ചെയ്യേണ്ടത് പരിഭ്രാന്തരാകാതിരിക്കുക എന്നതാണ്. എന്നാൽ ഇവിടെ കുട്ടിക്ക് ശ്വാസതടസ്സം അനുഭവപ്പെട്ടിട്ടും ചികിത്സ വൈകിപ്പിച്ചുവെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. എന്നാൽ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല എന്നാണ് അധികൃതർ പറയുന്നത്. ചിറയിൻകീഴ് ആശുപത്രി സൂപ്രണ്ടാണ് ഇത്തരത്തിൽ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താണ് കടിച്ചതെന്ന് അറിയുവാൻ സാധിച്ചില്ല. ബ്ലഡ് ക്ലോട്ട് ടെസ്റ്റ് അടക്കം നടത്തി. കുട്ടിയുടെ രക്തം 10 മിനിറ്റിൽ ക്ലോട്ടായി. അതിനാലാണ് ആന്റിവനം നൽകാതിരുന്നത്. ഇതൊക്കെയാണ് ഇവരുടെ അവകാശവാദം. കേരളം അതിദരിദ്രമല്ലാത്ത നാടായി മാറുന്നുവെന്ന് നാം ആവർത്തിച്ചവകാശപ്പെടുമ്പോഴും അഴൂരിലെ ഈ കൊച്ചു കൂര നമ്മുടെ മനസ്സാക്ഷി കുത്തിനോവിക്കുന്ന ഒരു ചോദ്യചിഹ്നമാണ്. ഒരു മൂർഖൻ പാമ്പിൽ നിന്ന് സംരക്ഷണം നൽകാൻ പോകുന്ന ഉറപ്പുള്ള ഒരു ഭിത്തി പോലും ഇല്ലാത്ത ഈ വീട് നമ്മുടെ വികസന അവകാശവാദങ്ങളുടെ പൊള്ളത്തരമാണ് തുറന്നു കാട്ടുന്നത്. 2ാം ക്ലാസ്സുകാരനായ ദീക്ഷലും അവന്റെ 3 വയസ്സുള്ള അനുജനും അത്രമേൽ അരക്ഷിതമായ സാഹചര്യത്തിലാണ് ആ കൂരയ്ക്കുള്ളിൽ വളർന്നു വന്നത്. അടൂർ ക്ഷേത്രത്തിന് പിന്നിലെ ആ കാട് പിടിച്ച പ്രദേശം അവർക്ക് വീടായിരുന്നില്ല, ഒരു മരണക്കെണിയായിരുന്നു. തറകെട്ടാത്ത മണ്ണിൽ പാതി പൊളിഞ്ഞ ഭിത്തികൾക്കിടയിൽ ആ പിഞ്ചു കുഞ്ഞുങ്ങൾ ഓരോ രാത്രിയും ഉറങ്ങിയത് എത്രമാത്രം അപകടത്തിലായിരുന്നുവെന്ന് അധികാരികൾ കണ്ടില്ലെന്ന് നടിക്കുന്നു. അമ്മയുടെ അണയാത്ത കരച്ചിൽ ആ കൊച്ചുകുറിക്കുള്ളിൽ തട്ടിപ്രതിധ്വനിക്കുമ്പോൾ ആധുനിക കേരളം പടുതുയർത്തിയ വികസന ഗോപുരങ്ങൾ ഈ ദരിദ്ര കുടുംബത്തിന്റെ കണ്ണീരിൽ തട്ടിയുടയുകയാണ്. കൊട്ടിഘോഷിക്കപ്പെടുന്ന സർക്കാർ പദ്ധതികൾ ആരുടെ പടിവാതിൽക്കൽ വരെ എത്തുന്നുവെന്നതിന് തെളിവാണ് ദീക്ഷലിന്റെ ചേതനേറ്റ ശരീരം. ആശുപത്രിയിലെ ഡോക്ടർമാരുടെ നിസ്സംഗതയും ഭരണകൂടത്തിന്റെ പാർപ്പിട നയങ്ങളിലെ വീഴ്ചയും ചേർന്നാണ് ഈ 8 വയസ്സുകാരന്റെ ജീവൻ കവർന്നത്. ദീക്ഷലിന്റെ മരണം ഒരു ഓർമ്മപ്പെടുത്തലാണ്. മനോഹരമായ കണക്കുകളിലെല്ലാം മറിച്ച് ഏറ്റവും താഴെത്തട്ടിലുള്ളവന്റെ സുരക്ഷിതത്വമാണ് ഒരു നാടിന്റെ വികസനമെന്ന് അളക്കേണ്ടത്. ഈ കുടുംബത്തിന്റെ കണ്ണീരിന് മുന്നിൽ മാപ്പിരക്കുവാൻ നമ്മുടെ വ്യവസ്ഥിതിക്ക് കഴിയുമോ? ദീക്ഷലിന്റെ മരണം വെറുമൊരു വാർത്തയിൽ അവസാനിക്കരുത്. ഇവിടെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് ഒരു ഡോക്ടർ മാത്രമല്ല, ഒരു പഞ്ചായത്ത് ഭരണസമിതിയും ആരോഗ്യ വകുപ്പ് മുഴുവനുമാണ്. എന്തുകൊണ്ടാണ് ഈ കുടുംബത്തിന് സുരക്ഷിതമായ ഒരു വീട് ലഭിക്കാതെ പോയത്? എന്തുകൊണ്ടാണ് നമ്മുടെ സർക്കാർ ആശുപത്രികൾ ഇന്നും റഫർ ആശുപത്രികളായി തുടരുന്നത്? അഴൂർ പഞ്ചായത്തിന്റെ മൂക്കിന് താഴെയാണ് ഇത്തരം ദയനീയമായ അവസ്ഥയിൽ ഈ കുടുംബം കഴിഞ്ഞിരുന്നത്. തറ പോലും കെട്ടാത്ത വീടിന് ലൈഫ് മിഷൻ പദ്ധതിയിലോ മറ്റു ഭവന പദ്ധതികളിലോ മുൻഗണന ലഭിച്ചില്ലേ? കാട് പിടിച്ചു കിടക്കുന്ന പരിസരങ്ങൾ വൃത്തിയാക്കുവാൻ തൊഴിലുറപ്പ് പദ്ധതികൾ ഇവിടെ എവിടെ പോയി? ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെട്ടതിനു ശേഷം മാത്രം ഉണരുന്ന ഭരണകൂട സംവിധാനങ്ങൾ ഈ കുടുംബത്തോട് മാപ്പ് അർഹിക്കുന്നില്ല.
ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാർക്കെതിരെ ഇതിനോടകം തന്നെ ജനരോഷം ശക്തമായിട്ടുണ്ട്. പാമ്പ് കടിയേറ്റാൽ നൽകേണ്ട പ്രാഥമിക ചികിത്സ നൽകുവാൻ അവിടെ സൗകര്യമുണ്ടായിരുന്നിട്ടും എന്തിന് മെഡിക്കൽ കോളേജിലേക്ക് രോഗിയെ തള്ളിവിട്ടു? ഓരോ താലൂക്ക് ആശുപത്രിയും ഇങ്ങനെ കൈകഴുകിയാൽ സാധാരണക്കാരൻ എവിടെയാണ് പോകേണ്ടത്? മെഡിക്കൽ കോളേജിലെ തിരക്കുകളിലേക്ക് ഈ കുട്ടിയെ എത്തിക്കുമ്പോഴേക്കും സമയം അതിക്രമിച്ചിരുന്നു. റിപ്പോർട്ടുകൾക്കും അന്വേഷണ കമ്മീഷനുകൾക്കും ദീക്ഷലിനെ തിരികെ കൊണ്ടുവരാൻ കഴിയില്ല. ദീക്ഷലിന്റെ അനുജൻ ആ 3 വയസ്സുകാരൻ ഇന്നും ആ പാതി പൊളിഞ്ഞ കുരയ്ക്കുള്ളിലാണ് ഉറങ്ങുന്നത്. ഇനിയൊരു ഇഴജന്തു ആ മണ്ണിലൂടെ ഇഴഞ്ഞെത്തില്ല എന്ന് ഉറപ്പു നൽകുവാൻ ആർക്കെങ്കിലും കഴിയുമോ? അഴൂരിലെ ഈ മണ്ണ് ഇന്ന് നീറുകയാണ്. ഈ കുടുംബത്തിന് അടിയന്തരമായി സുരക്ഷിതമായ ഒരു വീട് നൽകുവാൻ സർക്കാർ തയ്യാറാകണം. ഒപ്പം ചികിത്സ വൈകിപ്പിച്ചവർക്കെതിരെ മാതൃകാപരമായ നടപടിയും വേണം. നമുക്കറിയാം, പാമ്പ് കടിയേറ്റാൽ മരണം സംഭവിക്കുന്നത് പലപ്പോഴും വിഷം മൂലം മാത്രമല്ല, മറിച്ച് ഭയം മൂലവും കൃത്യസമയത്ത് ചികിത്സ ലഭിക്കാത്തതുകൊണ്ടുമാണ്. ചിറയൻകീഴിലെ ഈ ദാരുണമായ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നത് സുവർണ നിമിഷങ്ങൾ നഷ്ടപ്പെടുത്തരുത് എന്നാണ്. കടിയേറ്റ വ്യക്തി പരിഭ്രാന്തനായാൽ ഹൃദയമിടിപ്പ് വർദ്ധിക്കുകയും രക്തചംക്രമണം വേഗത്തിലാവുകയും ചെയ്യും. ഇത് വിഷം ശരീരത്തിൽ വേഗത്തിൽ പടരുവാൻ കാരണമാകും. അതിനാൽ രോഗിയെ സമാധാനിപ്പിക്കുക. കടിയേറ്റ ഭാഗം ഒട്ടും അനക്കാൻ അനുവദിക്കരുത്. ഒരു ഒടിവ് സംഭവിച്ചാൽ നൽകുന്ന സ്പ്ലിന്റ് പോലെ മരകഷ്ണമോ മറ്റോ ഉപയോഗിച്ച് ആ ഭാഗം കെട്ടിവെക്കുക. പേശികളുടെ ചലനം മൂലം പടരുന്നത് വേഗത്തിലാക്കും. കടിയേറ്റ ഭാഗം ഹൃദയത്തിന്റെ നിലപ്പിനേക്കാൾ താഴെ വെക്കുവാൻ ശ്രമിക്കുക. കടിയേറ്റ ഭാഗത്ത് നീർവീക്കം വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ മോതിരം, വളകൾ, വാച്ച്, ഇങ്ങനെ മുറുക്കമുള്ള വസ്ത്രങ്ങൾ ഇവയൊക്കെ തന്നെ ഉടൻ നീക്കം ചെയ്യുക. പാമ്പ് കടിയേറ്റാൽ ഏക പരിഹാരം അതായത് ആന്റിവനം നൽകുക എന്നതാണ്. മന്ത്രവാദമോ പച്ചമരുന്നോ തേടി സമയം കളയരുത്. ആന്റിവനം ലഭ്യമായ അടുത്തുള്ള താലൂക്ക് ആശുപത്രിയോ മെഡിക്കൽ കോളേജോ തിരഞ്ഞെടുക്കുക. വെന്റിലേറ്റർ സൗകര്യമുള്ള ആശുപത്രികളാണെങ്കിൽ കൂടുതൽ ഉചിതം. വിഷം കളയാൻ വേണ്ടി മുറിവ് കത്തി ഉപയോഗിച്ച് കീറുന്നത് അമിത രക്തസ്രാവത്തിനും അണുബാധയ്ക്കും കാരണമാകും. വിഷം വായ കൊണ്ട് വലിച്ചെടുക്കരുത്. ഇത് സിനിമകൾ മാത്രം കാണുന്ന ഒന്നാണ്. ഇത് ചെയ്യുന്ന ആളിന്റെ ജീവനും അപകടത്തിലാകും. മുറിവിന് മുകളിൽ തുണിയോ കയറോ ഉപയോഗിച്ച് രക്തയോട്ടം നിലയ്ക്കുന്ന രീതിയിൽ വരിഞ്ഞു മുറുക്കി കെട്ടരുത്. ഇത് ആ ഭാഗത്തെ കോശങ്ങൾ നശിക്കുവാനും ഒടുവിൽ ആ അവയവം മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലേക്ക് നയിക്കും. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ വേദന സംഹാരികളോ മദ്യമോ നൽകുവാനും പാടില്ല. ദീക്ഷലിന്റെ മരണം ഒരു ഓർമ്മപ്പെടുത്തലാണ്. അഴൂർ മൂലയിൽ വീട്ടിൽ ഇനി ആ ചിരിയില്ല. ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയാണ് ഇല്ലാതായത്. പാമ്പ് കടിയേറ്റതിനേക്കാൾ വലിയ വേദനയാണ് ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നുണ്ടായ അവഗണന എന്ന് ആ പിതാവ് പറയുമ്പോൾ അതിന് മറുപടി നൽകുവാൻ ആരോഗ്യവകുപ്പിന് ബാധ്യതയുണ്ട്. അഴൂർ മൂലയിൽ വീട്ടിലെ ആ കുടുംബത്തിന്റെ കണ്ണീർ എന്ന് അവസാനിക്കുമെന്നതിന് ആർക്കും മറുപടിയില്ല. തറകെട്ടാത്ത ആ മണ്ണിൽ പൊളിഞ്ഞു വീഴാറായ ഭിത്തികൾക്കപ്പുറത്തു നിന്ന് ദീക്ഷൽ കണ്ടു തുടങ്ങിയ സ്വപ്നങ്ങളെല്ലാം ആ മൂർഖൻ പാമ്പിന്റെ വിഷപ്പല്ലുകൾക്കിടയിൽ ഒതുങ്ങിയിരിക്കുന്നു. ആശുപത്രിയിൽ എത്തിച്ചിട്ടും തന്റെ മകനെ ഒന്ന് തൊട്ടു നോക്കാതെ നിന്ന ഡോക്ടറുടെ നിസ്സംഗതയെക്കുറിച്ച് പിതാവ് ദിലീപ് പറയുമ്പോൾ തോറ്റുപോകുന്നത് ആ അച്ഛൻ മാത്രമല്ല, നമ്മുടെ ആരോഗ്യ സംവിധാനവും മാനുഷിക മൂല്യങ്ങളുമാണ്. സുരക്ഷിതമായ ഒരു വീടെന്നത് ദീക്ഷലിനെ സംബന്ധിച്ചിടത്തോളം വെറുമൊരു ആഗ്രഹമായിരുന്നില്ല, അത് അവരെ ജീവിക്കാനുള്ള അവകാശമായിരുന്നു. ആ അവകാശം നിഷേധിച്ച ഭരണകൂട സംവിധാനങ്ങളും ഈ മരണത്തിന് ഉത്തരവാദികളാണ്. അതിദരിദ്രരല്ലാത്ത കേരളമെന്ന വാഗ്ദാനം ആ കൂരയ്ക്കുള്ളിലെത്തുമ്പോൾ തോറ്റുപോയിരിക്കുന്നു. ദീക്ഷൽ ഇനി ഒരു ഓർമ്മയാണ്. പക്ഷേ ആ കൂരയ്ക്കുള്ളിൽ ഇന്നും അവന്റെ 3 വയസ്സുകാരനായ അനിയനുണ്ട്. ആ കുഞ്ഞെങ്കിലും സുരക്ഷിതമായ ഭിത്തികൾക്കുള്ളിൽ പേടിയില്ലാതെ ഉറങ്ങുന്ന ഒരു പുലരിക്ക് നമുക്ക് കാത്തിരിക്കാം.